ഒരു പെയിൻഫുൾ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമ്മളോട് ഉപദേശിക്കുന്ന ഒരു കോമൺ വാചകമുണ്ട്, ദിസ് ടു ഷാൽ പാസ്, അല്ലെങ്കിൽ ടൈം ഹീൽസ് എവറിത്തിങ് എന്നൊക്കെ. ആക്ച്വലി അത് അനുഭവിച്ചവർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ കറക്റ്റാണ്. മൈൻഡ് ഒരു കോംപ്ലെക്സ് സിസ്റ്റമാണ്, ഇറ്റ് വർക്ക്സ് 24/7. ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെയിൻ ഈ ഒരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം സ്പാനിൽ നമുക്ക് ഏറ്റവും വേദന തരുന്ന ഒന്നായിരിക്കാം. അതൊരു പക്ഷേ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ വേർപാടാവട്ടെ, അല്ലെങ്കിൽ സെപ്പറേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോയി എന്നുള്ളൊരു തോന്നലാവട്ടെ, ഇതെല്ലാം തികച്ചും താൽക്കാലികമാണ്. പറയാൻ വളരെ എളുപ്പമല്ല. പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു 5 years മുന്നേ അല്ലെങ്കിൽ ഒരു 2 വർഷം മുന്നേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു നിങ്ങളെ ഒട്ടേറെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം, അതിൻ്റെ കാഠിന്യത അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഇപ്പോൾ ഈ നിമിഷം എത്രയാണ്? മോസ്റ്റ് ആൾക്കാർക്കും അത് അനുഭവിച്ച അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പെയിൻ ഇപ്പോൾ തോന്നാൻ ചാൻസേ ഇല്ല. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം ആ ഇവൻറ്റ് മനസ്സിലൂടെ ഓടിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ലാസ്റ്റ് ടൈം അത് ചിന്തിച്ചതിൻ്റെ മെമ്മറീനെയാണ് ഓർക്കുന്നത്, ആ ഇവൻറ്റ് ആസ് എ ഹോൾ അല്ല. സോ ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ദ മൈൻഡ്. അങ്ങനെ പതിയെ ആ ഇവൻറ്റ്, ആ ഡേ അല്ലെങ്കിൽ ആ സിറ്റുവേഷനൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നൊരു മെമ്മറി മാത്രമായിട്ട് അവശേഷിക്കാൻ തുടങ്ങും. സോ കാലക്രമേണ അത് നമുക്ക് അത്ര പെയിൻഫുൾ ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ ഇതുപോലൊരു സിറ്റുവേഷനിലൂടെ ഇപ്പോൾ കടന്നു പോകാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് വൺ മോർ തിങ്, വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം എന്ന് തോന്നലുണ്ടായാൽ ഒരിക്കലും ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ കാണാൻ താമസിക്കരുത്.